ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ചാവക്കാട് വരെയും പോയാൽ രാവിലെ തന്നെ എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. ഇപ്പം ഇങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോൾ കാണാം. പിന്നെ ഞങ്ങൾ നേരെ കൊടുങ്ങല്ലൂർക്ക് കയറി. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ടായി. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഗുരുവായൂർക്ക് ചാവക്കാടൊക്കെയുള്ള ബസ് കിട്ടി, അതിൽ കയറി. പിന്നെ എനിക്ക് എങ്ങനെ കഷ്ടിച്ചാണ് സീറ്റ് കിട്ടുക, കാരണം ഇങ്ങനെയൊക്കെ ഞാൻ വീഡിയോ കൊടുത്താൽ. പിന്നെ ഞങ്ങൾ വഴി തെറ്റിപ്പോയി. എന്നെ കിട്ടിയ ഓട്ടോയിലൊക്കെ കയറി ഞങ്ങൾ നേരെ മറയം വേളുന്നുണ്ട് സ്ഥലമുണ്ടോ, അവിടേക്ക് പോയി. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ കയറി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. മൊത്തം ഫിഷിൻ്റെ കാര്യങ്ങളായിരുന്നു. മൊത്തം അത്യാവശ്യം മൊത്തം അങ്ങനെയായിരുന്നു. പിന്നെ ഹൊറർ ഹൗസും മിറർ മീൻസൊക്കെ ഉണ്ട്, അതിൽ കയറിയില്ല. ഇതിൽ മൊത്തം മീനാണ് കേട്ടോ. കളർഫുള്ളായിട്ടുള്ള പല രീതിയിലുള്ള നമുക്ക് കാണാത്ത മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, വണ്ടിയിൽ വരെ മീൻ വളർത്തുന്നു. എന്താണല്ലേ, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് മീനിനെ ഞാൻ കണ്ടു. എനിക്ക് എന്താണെന്നാവും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഗ്ലാസിൻ്റെ അവിടെ കയറിയിട്ട് ഇങ്ങനെ മീനുകൾ കണക്കെ വെച്ചിട്ടുണ്ടായി. നല്ല രസമുണ്ടായി. പിന്നെ കുറേ ടൈപ്പ് ഓഫ് മീനുകളായിരുന്നു. പിന്നെ ഞങ്ങളെന്താ ഫിഷ് സ്പാ ഉണ്ടായി. എനിക്ക് കയറാൻ പേടിയായിരുന്നു, ഞാൻ കയറിയില്ല. നല്ല രസമായിരുന്നു. ഇങ്ങനെ കാല് വന്നിട്ട് ഇങ്ങനെ ഇക്കിളി ആകുമെന്നാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് പേടിയാണ്, ഞാൻ ചെയ്തില്ല. പിന്നെ എന്താ പിങ്കിൻ്റെ എന്തോ സ്ഥലമുണ്ട്. അവിടെ പിങ്കിൻ്റെ ഒന്നുമില്ല, അവിടെ ജസ്റ്റ് ഇങ്ങനെ കയറി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇത് ഗുഹമാതിരി ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ, അവരിങ്ങനെ ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടു. പിന്നെ കുറച്ച് ഇരുട്ടത്തൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെന്ത് കണ്ടു, ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വലിയ ഷാർക്ക് മാതിരി എന്തൊക്കെയോ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ ഫിഷ് ഫീഡിങ്ങിൻ്റെ ഒരു ഭാഗം ഉണ്ടായിട്ടോ. അവിടെ കുറേ പേര് ഫിഷിനെ ഫീഡ് ചെയ്യുന്നുണ്ടായി. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇക്കിളി ആവും കൈ. നിങ്ങൾ ചെയ്തില്ല, കാരണം നല്ല പേടിയായിട്ടുണ്ടായി എനിക്ക്. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ വന്നിട്ട് എന്താ വിചാരിച്ചു, മൊത്തത്തിൽ കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അങ്ങനെ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം, സെറ്റാക്കും എന്ന് പറഞ്ഞിട്ട് ഇത്രയും പേരാട്ടോ പോയത്. ഞാനില്ലേൽ. പിന്നെ ഇതുപോലെ തന്നെ ടോയ്സിൻ്റെ കട. ഞാൻ ഫുഡ് കഴിക്കാൻ കയറി. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ മാന്തൽ ഫ്രൈ എന്തൊക്കെയായിരുന്നു. പിന്നെ നേരെ ബീച്ചിൽ കിട്ടു. അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ പുരിവയിൽ നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ എന്താ നേരെ വിട്ടു. അപ്പോഴായിരുന്നു എന്തോ ഉത്സവം എന്തോ നടക്കണ്ടായി ഇവിടെ. പിന്നെ അതൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായി. നല്ല രസമുണ്ട്. കാവടിയും ഒക്കെ ആയിട്ട് കുറേ ഒച്ചപ്പാടൊക്കെ ആയിരുന്നു. നല്ല അത്യാവശ്യം ഓക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നേരെ തിരിച്ചു പോന്നിട്ടുണ്ടായി. വേറൊന്നും പറയാനില്ല. തിരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് അറിയണമുണ്ട് ഞങ്ങൾ പോയി. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായി രാവിലെ എങ്ങനെയാണെങ്കിൽ വൈകുന്നേരം എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ അതെന്നെ നടന്നു. നല്ല ഇടിവെട്ടും മഴയും ബ്ലോക്കൊക്കെ ആയിരുന്നു. വീട്ടിലെന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ വൈകിയിട്ടുണ്ടായിട്ടോ. മൊത്തത്തിൽ മഴയും കാര്യങ്ങളായിരുന്നു. ഞാൻ വിൻഡോ സീറ്റ് ആയതുകൊണ്ട് മൊത്തം വെള്ളം എൻ്റെ മേത്തേക്ക് ഇങ്ങനെ വരണ്ട. രാത്രിയായപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്കായി. ഒരു 6:45 ആയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ബ്ലോക്കായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അങ്ങനെ കുറേ വണ്ടികളൊക്കെ ക്യൂ ആയിട്ട് കിടക്കുകയാണ്. ബ്ലോക്ക് കാരണം വീട്ടിലെത്താൻ അത്യാവശ്യം വൈകിയിട്ടുണ്ടായി. അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാൻ ബൈ.